വേദപ്രയാഗ് മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അവർകൾ നേതൃത്വം കൊടുക്കുന്ന ഈ മന്ത്രിസഭയിൽ ബാക്കിയുള്ള മന്ത്രിമാർ പൊതുജനങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം മാസം കഴിയാനാണ് പോകുന്നത്. ഇതുവരെ തങ്ങളുടെ മേശപ്പുറത്തെത്തിയിരിക്കുന്ന ഫയലുകളിൽ യഥാർത്ഥമായ തീരുമാനങ്ങളെടുത്ത് അത് ഇന്ന കാര്യങ്ങൾ ഇന്നത് നടപ്പാക്കി എന്ന് പറയാവുന്ന കേരളത്തിലെ ഇതര മന്ത്രിമാർ ആരും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മന്ത്രിമാരും അതിനുള്ളതില്ല. കുറേയെങ്കിലും പൊട്ടത്തെറ്റുകളാണെങ്കിൽ കൂടി പഴയ കാലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജിയൊക്കെ അത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ ബഷീറൊക്കെ പെട്ടെന്ന് ഇടിച്ചു കയറി ഇങ്ങ് വരുമെന്ന് വിചാരിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടിച്ചു കയറി ഇങ്ങ് വരും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ ദയനീയമാണ്. നമ്മളുടെ കാരണഭൂതൻ്റെ സ്വഭാവത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമില്ലായികയില്ല. കാരണം മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവരുടെ കൈകടത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെയേറെ കാര്യം. പൊതുജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ നല്ലത്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തുള്ള ഒരു ചോദ്യം, 10,000 വണ്ടിക്ക് താഴെ മാത്രമുള്ള KSRTCയുടെ ഇന്നത്തെ അസറ്റ്സ് വെച്ചുകൊണ്ട് ഇതിൻ്റെ ലൈബിലിറ്റി തീർക്കുവാനായിട്ട് നിലവിൽ 1,500 കോടി രൂപ ഒരു വർഷം സർക്കാർ ഈ പെൻഷനും ഈ കാര്യങ്ങൾക്കും വേണ്ടി KSRTC കൊടുക്കുന്നുണ്ട്. ഇതര ബാധ്യതയായിട്ടുള്ള ലേഡീസിൻ്റെ സൗജന്യ യാത്ര സംഭവം നല്ലതാണ്. പക്ഷേ ആ ബാധ്യത കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2,250 കോടിയിലേക്ക് ഏകദേശം ആ ബാധ്യത മാറും. അതേപോലെ തന്നെ കണക്കിൽ മാത്രം മിച്ചം പറയുന്ന KSEBയുടെ ഒരവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ജനറേറ്റർ നന്നാക്കാനായിട്ടുള്ള ടെക്നോളജിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന KSEB ആണ് നിലവിലുള്ളത്. കേരളത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയാണത്. പൂർണ്ണമായി നമ്മൾക്ക് ഈ KSEBക്കുള്ള മെഷീനറികളെ, അതായത് പ്രൊഡക്റ്റീവ് മെഷീനറികളെ ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള സാങ്കേതിക വിദ്യകൾ മാറ്റിയെടുക്കുക, അതിനെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുക, വളരെ സ്പീഡപ്പ് ആക്കുക, ഇത്യാദി കാര്യങ്ങളൊന്നും ഈ ഭാഗത്തൊന്നും വന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. ഇനി ഒരു സാധാരണ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന 100 ചില്ലറയോ സൈസ് പേരുള്ള മരുന്നുകളിൽ 12 എണ്ണം 14 എണ്ണം 20 എണ്ണം വരെ ഇപ്പോഴും അവിടെ ഉള്ളൂ. കാരണഭൂതൻ പണ്ടേ അത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോഴും ഇതേ മരുന്നുകൾ ഇതേ സംഭവം തന്നെയാണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ അവിടേക്ക് പുതിയ ഒരു ഐറ്റവും എത്തിയിട്ടില്ല, അവിടേക്ക് യാതൊരുവിധ കടന്നുകയറ്റവും വന്നിട്ടില്ല, അവിടേക്ക് ഒരു ശ്രദ്ധ വന്നിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്താ നമ്മൾ മാങ്ങ അച്ചാറിട്ടിട്ട് അതൊന്ന് അരിയാൻ വേണ്ടി നോക്കിയിരിക്കുന്ന അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? ഇൻസ്റ്റൻ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ മുന്നിൽ ടൈമില്ല. ഓരോ ദിവസം ചെല്ലും തോറും നമ്മളുടെ കട കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് UDFും മന്ത്രിസഭയും അതിനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയനീയമാണ്. കേരളത്തിലാകെ ഇപ്പോൾ പറയാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യം മാത്രമാണ്. പോലീസ് ഒന്ന് ഓടിപ്പിച്ചാഞ്ഞ് നടന്നു. ഇവർക്ക് പലർക്കും വല്ല ദഹനക്കെട്ടുകളും ഒന്ന് മാറി കിട്ടിയെന്നുള്ളതല്ലാതെ, കാരണം അന്ന് ഓടിയിരുന്നത് മുഴുവൻ എന്താണ്, രക്ഷകരായിട്ടാണ്. തലക്കടിച്ച് രക്ഷപ്പെടുത്തുക, പുറത്തിനടിച്ച് രക്ഷപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പം അത് മാറിക്കൊണ്ട് ഈ ലഹരിയുടെ പിന്നാലെ ഉള്ള ഓട്ടം നല്ല കാര്യം, അടിപൊളിയാണ്, സൂപ്പറാണ്. അതിന് നമ്മൾ ബിഗ് സല്യൂട്ട് ആയിരുന്നു. ഓക്കെ. പക്ഷേ അവിടെ അടുത്തൊരു കാര്യവും കൂടി ഉണ്ട്. ഇപ്പോഴും പോലീസിന് ഈ ഒരു ഇൻഫർമേഷൻ കൃത്യമായി കിട്ടണമെങ്കിൽ അത് മാതൃഭൂമി കൊടുത്തു എന്നും പറഞ്ഞ് 4 ദിവസം മാതൃഭൂമി ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരേ തള്ളാണ്. ഓക്കെ, നല്ല കാര്യം. പക്ഷേങ്കിൽ അവിടെ ഇതേപോലെ തന്നെ ഇതിലും കൃത്യമായ വിവരങ്ങൾ കൊടുക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കാണ് കഴിയുക. ഇവിടുത്തെ ജനങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല എങ്കിൽ പോലീസിന് ഒരു കാരണവശാലും ഈ കാര്യം നടത്താനായിട്ട് കഴിയില്ല. ഇത് എല്ലാ സ്റ്റേഷൻ പരിധിയിലും ഈ ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുക. കാരണം കഴിഞ്ഞ 10 വർഷം ഞങ്ങളെപ്പോലെയുള്ള പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പോലീസിൻ്റെ വണ്ടി കാണുക, പോലീസിനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന കാറായാലും ബൈക്കായാലും 100 പറത്താന്നാണ്. കാരണം എന്താ, ഓടി രക്ഷപ്പെടുക. കാരണം പിരിവുകാർ വരുന്നുണ്ട്. ഇതായിരുന്നു ഈ പിരിവുകാരിൽ നിന്ന് ആ ഒരു അവബോധത്തെ ജനങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇവർ നാട് നന്നാക്കാനുള്ളവരാണ്, ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആണ് എന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുകളിൽ 4 പേരിൽ നിന്ന് 2 റീൽസ് ചെയ്തുകൊണ്ടോ ഒരു സല്യൂട്ട് അടിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത് ഓരോ സ്റ്റേഷൻ, ഈച്ച് ആൻഡ് എവരി വൺ സ്റ്റേഷനുകളിലും ഇതേ ഉള്ള ഒരു അവബോധമുണ്ടായാൽ അങ്ങനെയാണെങ്കിൽ ഇത് വിജയിക്കൂ.
അല്ല എങ്കിൽ ഈ കുറച്ച് വരുന്ന ഇപ്പോൾ പിടിച്ചെടുക്കുന്നതിൽ ഒരുപാട് സാധനങ്ങളും ഹാൻസും അങ്ങനത്തെ പോലെയുള്ള പാക്കറ്റ് ഐറ്റംസാണ്. ഈ പാക്കറ്റ് ഐറ്റംസ് പിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം, പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും മാരകമായ സാധനം അപ്പുറത്തിരിക്കുന്നുണ്ട്, ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സാധനം അപ്പുറത്തിരിക്കുന്നുണ്ട്, ഇൻഫോമബിൾ ആയിട്ടുള്ള സാധനം അപ്പുറത്തിരിക്കുന്നുണ്ട്. അതിനെയാണ് ആറ്റം ബോംബ് അവിടെ ഇരുന്നിട്ട് ഇവിടുന്ന് ഈർക്കിളിപ്പടക്കത്തെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതാണ് നമുക്ക് നിയന്ത്രിക്കേണ്ടത്. കാരണം അത് ഇപ്പോഴും ഉപയോഗത്തിലിരിക്കുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും ഇതിൻ്റെ ഉപഭോക്താക്കളും സാധാരണ ജനങ്ങളല്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കുക. ഇത് കൊണ്ടുവരുന്ന കണ്ണികളിൽ മുഴുവൻ പേരും, അല്ല എങ്കിൽ ഈ പിടിച്ചിരിക്കുന്ന ഈ മരുന്നുകളിൽ മുഴുവൻ പേരും ഈ ഉപയോഗിക്കേണ്ടതല്ലാത്ത ഈ സാധനങ്ങളിൽ ഇതിൻ്റെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പേരുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇവരുടെ കണ്ണികളെ ഒന്ന് പരിശോധിക്കുക. തലയിൽ തൊപ്പിയും വെച്ച് ഊച്ചാന്താടിയും വെച്ച് മീശ പഠിച്ച് കളഞ്ഞ് താടിയും വെച്ച് നടക്കുന്ന ഈ ഇത് പറയുന്ന തീവ്രവാദം പറയുന്ന ഈ ആളുകളുടെ പേരുകൾ മാത്രമല്ല ഈ വന്നേക്കണേ. ഇതിൽ ശക്തമായിട്ട് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ത് പറ്റും, എന്ത് സംഭവിക്കും? 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഈ തൂഫാൻ ഓട്ടോമാറ്റിക്കലി തൂഫാനായി പോകും. കാരണം ഇത് പിടിക്കുന്ന ആളുകളുടെ പിന്നാമ്പുറങ്ങളും കണ്ണികളും അന്വേഷിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇത് ചെന്ന് നിൽക്കുന്നത് പല കോട്ടകളിലുമായിരിക്കും. ഈ കൊത്തളങ്ങളിൽ കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല കേരള പോലീസിന്. അതിന് കഴിഞ്ഞാൽ കേരള പോലീസിന് അതിന് കഴിയണമെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കതിനുള്ള ധിഷ്ണയുണ്ട്, നിങ്ങൾക്കതിനുള്ള താക്കത്തുണ്ട്, നിങ്ങൾ അതിന് സമർത്ഥരുമാണ്, നിങ്ങൾക്കതിന് കഴിയുകയും ചെയ്യും. യു ആർ ഏബിൾസ്. പക്ഷേ നിങ്ങൾക്ക് അവിടുന്ന് മുകളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടണം. അങ്ങനെയുണ്ടെങ്കിലേ പറ്റൂ. കാരണം കേരള പോലീസ് അടിമപ്പണി ചെയ്തിരുന്ന കഴിഞ്ഞ 10 വർഷം മാറിയിട്ട് ഇപ്പോൾ ഓടിക്കതച്ച് നല്ല അന്തസ്സായിട്ട് ഓടി നടക്കുന്ന നല്ല കരുമടിക്കുട്ടന്മാരായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള കേരള പോലീസായി മാറിയത് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അപ്പോൾ ഇതിന് രണ്ടിനും പറ്റുന്ന ഏമാന്മാരുടെ ശീലയടക്കി കൊടുക്കുന്ന പാവപ്പെട്ട പോലീസുകാരായിട്ടും ജനങ്ങൾക്ക് സർവീസ് ചെയ്യുന്ന നല്ല അന്തസ്സുള്ള പോലീസുകാരനായിട്ടും മാറുവാനായിട്ട് കേരള പോലീസിന് പറ്റും. ഇത് രണ്ടും പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി നല്ല താക്കത്തോടു കൂടി നിങ്ങൾക്ക് ജോലി ചെയ്യുവാനായിട്ടുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അല്ല എങ്കിൽ ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ ഉന്മേഷവും ഈ അധികാരവും ഒരു സോഡ സർബത്ത് കഴിച്ചതുപോലെ അതിൻ്റെ സമയം മാത്രമേ നിലനിൽക്കൂ. അല്ല എങ്കിൽ ഇത് 2 മാസം കഴിയുന്നതോടുകൂടി ഈ സ്പീഡെല്ലാം പോയി താഴത്തേക്ക് വരും, ദയനീയമായി പോകും.